sweet silver bells all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, big and the bold. സ്നേഹമുള്ളവരെ, ഏവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മ ദിനം, അതാണ് ക്രിസ്തുമസ്. വീടുകളിൽ കെട്ടിത്തൂക്കിയ നക്ഷത്രങ്ങളും 25 നോമ്പിന്റെ ചൈതന്യവും പുൽക്കൂടുകളുടെ പണികൾ തീർത്തൊരുക്കിയ വീടുകളും ഒക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുമസിന് ഞാൻ ഒരുങ്ങി എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത്. ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന ബിഷപ്പ് പറഞ്ഞു വെച്ച ഒരു വാചകം പല ആവർത്തി നമ്മൾ കേട്ടതാണ്. 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ക്രിസ്തുമസ് വ്യർത്ഥമാണ് എന്നുള്ളത്. ഈ കാലഘട്ടത്തിലാണ് അത് ശരിക്കും അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ക്രിസ്തുമസൊക്കെ ആഘോഷങ്ങളിൽ മുഴുകുന്ന ഒന്നായിട്ട് മാറുകയാണ്. ഈശോയുടെ തിരുപ്പിറവിയുടെ ആചരണം അത് പലപ്പോഴും നമുക്ക് നഷ്ടമായതായിട്ട് തോന്നാറുണ്ട്. കാരണം ആഘോഷങ്ങളിൽ മതിമറക്കുമ്പോൾ ആത്മീയത നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൗതികമായ കുറേ ഒരുക്കങ്ങൾ, നക്ഷത്രങ്ങൾ തൂക്കലുകളും പുൽക്കൂടുകൾ കെട്ടലുകളും നോമ്പ് എടുക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കലുകളും ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. നേരെ മറിച്ച് ക്രിസ്തു ഹൃദയത്തിൽ പിറക്കത്തക്ക രീതിയിൽ ഒരു ആത്മീയ ചൈതന്യത്തോടുകൂടി ജീവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ ക്രിസ്തുമസ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. വ്യത്യസ്തതയോടെ ഈ ക്രിസ്തുമസ് ആഘോഷിക്കാനായിട്ട്, ആചരിക്കാനായിട്ട് നമുക്ക് ഇടയാകട്ടെ എന്ന് സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഏവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.